നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ആൾക്കാരെക്കുറിച്ച് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ എന്താ പറയുക, വിരൽത്തുമ്പിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു വലിയ കലാകാരൻ. നനച്ചിരിക്കാതെ എന്ന് പറയാൻ പറ്റില്ല, ചെറുപ്രായത്തിലൊന്നും പറയാൻ പറ്റില്ല, എങ്കിൽ പോലും വിചാരിച്ചിരിക്കാത്ത നേരത്ത് കടന്നുപോയി. വർഗീസ് പുനലൂർ എന്നാണ് ആ വലിയ കലാകാരൻ്റെ പേര്. നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യും, നന്നായിട്ട് രൂപകൽപ്പനകൾ ചെയ്യും. എന്താ പറയുക, ഈ നമ്മുടെ പ്രശസ്തരായ ആൾക്കാരെക്കുറിച്ചൊക്കെ പുള്ളി പേന കൊണ്ട് ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന കണ്ടാൽ, കാരിക്കേച്ചറുകൾ കണ്ടാൽ ജീവിച്ചിരിക്കുകയാണെന്ന് തോന്നും. അത്രയും മനോഹരമായ പടങ്ങൾ വരയ്ക്കുന്ന ആളായിരുന്നു വർഗീസ് ഏട്ടൻ. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ മാത്രം സുഹൃത്തുക്കളാണ്. നേരിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ നിരന്തരമായി സംസാരിക്കുമായിരുന്നു. ആരെങ്കിലും ഒരു സിനിമാക്കാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ സ്കെച്ച് വരും. ഞാൻ ആ സ്കെച്ചുകൾ ഒരുപാട് നമ്മുടെ ഈ പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കടന്നു ചെന്ന മേഖലകളിലൊക്കെ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ കലാകാരനായിരുന്നു വർഗീസ് പുനലൂർ. കഴിഞ്ഞ 8 വർഷക്കാലമായി നിരവധി പ്രമുഖരുടെ രേഖാചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തന്ന മനുഷ്യനാണ്. പലരുടെയും സ്കെച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ പല പ്രോഗ്രാമുകളിലും ഞാൻ ഉപയോഗിച്ചു. 1947 ഒക്ടോബർ 23 പൊന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും 1ാം ക്ലാസ്സോടെ ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞ് ബോംബെയിൽ പോയി ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് വാണിജ്യ കലയിലും അച്ചടിയിലും പ്രത്യേക പരിശീലനം നേടി. 1976 കേരള സംസ്ഥാന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ PRDയിൽ ഉദ്യോഗസ്ഥനായി. 2002 അദ്ദേഹം വിരമിച്ചു. കേരള ലളിതകലാ അക്കാദമിയിൽ 2001 മുതൽ 2006 വരെ ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. 5000-ലധികം കവറുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വാരികളുടെയൊക്കെ കവറുകൾ, പുസ്തകങ്ങളുടെ ഒക്കെ 5000 എണ്ണം ആലോചിച്ച് നോക്കി. 1000-ലധികം പോസ്റ്ററുകൾ ചെയ്തിട്ടുണ്ട്. 500-ലധികം പോർട്രേറ്റുകൾ വരച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്ര പ്രദർശന വേദി IFFKയുടെ 1998 നടന്ന ചരിത്ര പ്രദർശന വേദി രൂപകൽപ്പന ചെയ്തതും വർഗീസ് ഏട്ടനായിരുന്നു. അദ്ദേഹം ഇന്ന് യാത്രയായി. ആ അനശ്വര കലാകാരന് ആദരാഞ്ജലി നേരുന്നു. നമസ്കാരം. ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു ദിനപത്രത്തിൽ ഒരു വാർത്ത കണ്ടു. PK രവീന്ദ്രൻ 78, കൊങ്ങാറ്റയിലെ PK രവീന്ദ്രൻ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ആ വാർത്ത വായിക്കുമ്പോഴാണ് രസം. നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ ജ്യേഷ്ഠനാണ്. പരേതനായ ഉച്ചമ്പള്ളി ഉണ്ണി മാസ്റ്ററുടെയും PK ലക്ഷ്മിയുടെയും മകനാണ് 78 വയസ്സുകാരനായ PK രവീന്ദ്രൻ. ഭാര്യയുടെ പേര് ഭാനുമതി. സന്ദീപ്, സുമിത് എന്ന് 2 മക്കൾ. അതിൽ സന്ദീപ് തമിഴിലും മലയാളത്തിലും ഏതൊക്കെയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസനെ കൂടാതെ വനജയും രാജഗോപാലുമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ. രാജഗോപാൽ ദുബായിലാണ്. ഒരുപാട് കാലമായിട്ട് ഇദ്ദേഹം മദ്രാസിലാണ് താമസിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 29 അദ്ദേഹം മരിച്ചു. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സന്ദീപിനെ വിളിച്ചപ്പോൾ രാമേശ്വരത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥിയൊക്കെ നിമഞ്ജനം ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ്റെ വളർച്ചയിൽ തുടക്കകാലത്ത് മോശമല്ലാത്ത ഒരുപാട് സഹായങ്ങൾ ചെയ്ത മനുഷ്യനായിരുന്നു. ഇദ്ദേഹം എഴുതിയ ഗരീബി ഘട്ടാവോ എന്ന് പറഞ്ഞ ശ്രീനിവാസൻ്റെ ഒരു വെള്ളരി നാടകം എഴുതി കൊണ്ടുവന്ന് പാട്യം ഗോപാലിൻ്റെ കയ്യിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പാട്യം ഗോപാലിൻ്റെ കയ്യിൽ കൊടുത്തത് ഈ PK രവീന്ദ്രനായിരുന്നു. അപ്പോൾ ഈ ഉണ്ണി മാസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. മക്കൾ ശ്രീനിവാസനൊഴിച്ച് ബാക്കി എല്ലാ മക്കളും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഈ വിരുദ്ധ ചേരിയിൽ നടക്കുന്ന, അന്നത്തെ കാലത്ത് ജനസംഘം അങ്ങനെ എന്തോ ഒരു ഇതിലാണ് നടക്കുന്നത്. ഇയാളെ കൊണ്ട് നാടകം എഴുതിച്ചാൽ ശരിയാവുമോ എന്ന് ആദ്യം പാട്യം ഗോപാലൻ ചോദിച്ചു. ഞാൻ ഏറ്റുവോ, നന്നായിട്ടും എഴുതും. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘട്ടാവോ എന്നുള്ള പ്രശസ്തമായ കോട്ടിൽ നാടക പേരുണ്ടാക്കിയത്. ശ്രീനിവാസൻ എഴുതി കൊടുത്ത നാടകം വായിച്ച് പാട്യം ഗോപാലൻ പൊട്ടി ചിരിച്ചു എന്ന് എന്നോട് ഈ PK രവീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് പിന്നെ തെന്നി തെറിച്ചൊക്കെ ശ്രീനിവാസൻ വേറെ ഏതോ ലോകത്തേക്കൊക്കെ പോയത്. എനിക്ക് സങ്കടകരമായി തോന്നിയത്, ഇനി എത്ര വലിയ കലാകാരനെന്ന് ശ്രീനിവാസനെ പറഞ്ഞാലും
അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണല്ലോ മരിച്ചത്. അദ്ദേഹം ഇപ്പം അനാരോഗ്യവാനാണ് ശ്രീനിവാസൻ. പക്ഷേ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ റിസപ്ഷന് പോകാൻ അനാരോഗ്യം ഒരു പ്രശ്നമല്ല. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയമടക്കമുള്ള സിനിമകൾ ചെയ്ത സുബ്രഹ്മണ്യം കുമാറിൻ്റെ മകൻ മുരുകൻ സാറിൻ്റെ മകൻ്റെ വൈശാഖിൻ്റെ കല്യാണത്തിന് വരാൻ തിരുവനന്തപുരം വരാനും അദ്ദേഹത്തിന് അനാരോഗ്യം ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഭാര്യയെല്ലാം കൂടെ വന്നിരുന്നു. അത് വിനീത് പറഞ്ഞിട്ട് വന്നതായിരിക്കാം. പക്ഷേ സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മക്കളോ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഇനി എന്ത് ന്യായം പറഞ്ഞാലും ശരിയല്ല എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ മദ്രാസിലെ ജീവിതത്തിനിടയിൽ പി കെ രവീന്ദ്രൻ പല ആവർത്തി എന്തെങ്കിലുമൊക്കെ ചെറിയ വേഷങ്ങൾ എനിക്ക് വാങ്ങിത്താ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ വാങ്ങിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഈ സന്ദീപിന് ഏതെങ്കിലും ഒരു വേഷം നിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്യുന്ന വിനീത് ഡയറക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനിമയിലൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് വളരെ വിഷമത്തോടെ എന്നോട് പി കെ രവീന്ദ്രൻ പറഞ്ഞിരുന്നു. എന്തായാലും 78 വയസ്സായി, പറയാതെ പോകുന്നത് ശരിയല്ല. ശ്രീനിവാസൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആശുപത്രിയിലെന്നറിഞ്ഞപ്പോൾ അനുജനെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിമല ടീച്ചർ പറഞ്ഞു വരണ്ടെന്ന്, കാണാൻ പറ്റില്ല വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു അനുജൻ സീരിയസ് ആയി കിടക്കുന്നൊന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞത് വരണ്ട എന്നാണ്. അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിടത്ത് ഇടിച്ചു കയറി വരാൻ ഞാനില്ല, ഞാൻ വരില്ല എന്നെന്നോട് പറഞ്ഞു. നല്ല മനുഷ്യനായിരുന്നു പി കെ രവീന്ദ്രൻ. ഞാൻ ഇപ്പോൾ പി കെ രവീന്ദ്രൻ്റെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മളെ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ധ്യാൻ പോലും വിശാലമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ധ്യാൻ പോലും ഒന്ന് എന്താ പറയുക കണ്ണൂർ വരെ തലശ്ശേരി വരെ ഒന്ന് പോകാനുള്ള, പാട്യം വരെ ഒന്ന് പോകാനുള്ള മനസ്സ് കാണിച്ചില്ല. നമ്മൾ കലാകാരന്മാരാവുമ്പോഴെങ്കിലും മനസ്സൊക്കെ ഇത്തിരി വിശാലമാകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. വിനീതോ ധ്യാനോ അല്ലെങ്കിൽ ശ്രീനിവാസനോ വിമല ടീച്ചറോ ആരും പോയില്ല. ഇനി മോഹൻ പോയോന്ന് മോഹനെ വിളിച്ചാൽ അറിയാം, ഞാൻ മോഹനെ വിളിച്ചില്ല. എന്തായാലും എന്ത് ന്യായം പറഞ്ഞാലും അത് മോശമായിപ്പോയി എന്ന് ഞാൻ പറയും. കാരണം ഒരു സഹോദരനല്ലേ. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് ഇടിച്ചു കയറി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അപഹാസ്യനായി പിടിച്ച് വേറൊരാളുടെ സഹായത്തോടെ കയറിപ്പോകാൻ ഒരു മടിയും തോന്നിയില്ല. അതിനേക്കാൾ അവശനായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് വരാനോ. അദ്ദേഹത്തിന് ഒരു ആർഡിആറിൽ ജനസഹസ്രം ഉള്ള കല്യാണമായിരുന്നു മെർലാൻഡ് കുടുംബത്തിലെ വൈശാഖിൻ്റെ. അതിനൊക്കെ വരാൻ അനാരോഗ്യം ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ പോകുന്നത് ഒരു അനാരോഗ്യം കാരണം പോയില്ല. എന്നാലും എനിക്ക് ശ്രീനിവാസനെ ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഇപ്പോഴും എന്താ പറയുക, സംസാരത്തിലും നടപ്പിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ 100% സർഗപ്രതിഭ തന്നെയാണ്. ദീർഘവീക്ഷണം, രാഷ്ട്രീയത്തിനൊപ്പുറം ഉള്ള ആളാണ് ശ്രീനിവാസൻ എന്ന് പറയാനും എനിക്ക് മടിയില്ല. പക്ഷേ കിറ്റക്സ് സാബുവിൻ്റെ 2020 പ്രചാരകനായിട്ട് നടക്കുകയും ഇപ്പോഴും എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. ഈ അനാരോഗ്യവാനെ ഇരിക്കുമ്പോഴും പറയുന്നത് കേട്ടു. കിറ്റക്സ് സാബുവിൻ്റെ 2020 പോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഭരണത്തിൽ വരേണ്ടതെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പുച്ഛമാണ്. പക്ഷേ പിണറായി വിജയനെയൊക്കെ എന്തും പറയും. പക്ഷേ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരക്ഷരം പറയില്ല. അപ്പോൾ ഈ എന്നോട് ആരോ പറഞ്ഞു, ഇദ്ദേഹം ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ മോഹൻലാലിനെ തെറി വിളിക്കുന്നത്, പിണറായി തെറി വിളിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിനെയും പിണറായിയൊക്കെ വിളിക്കാനുള്ള അസുഖമാണ് പുള്ളിക്കുള്ളത്. ബാക്കി ആരും വിളിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം വച്ചുകൊണ്ട് അദ്ദേഹം അത് മുതലെടുക്കുന്നു എന്ന് ഞാൻ പറയും. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് ഒന്നാമത് ഒരു സ്ഥിരതയില്ല. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ ഉണ്ണി മാസ്റ്റർ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. നല്ല അധ്യാപകനായിരുന്നു, കളരിയൊക്കെ പഠിച്ച ആളായിരുന്നു. അപ്പോൾ ഉണ്ണി മാസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റുകാരനാകാതെ പോയ ആളാണ് ശ്രീനിവാസൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ SFIയിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI ഇല്ല. അതും അറിയില്ല അങ്ങർക്ക്. അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക വർഗീയ സംഘടനകളുടെ ആളായി നടക്കുകയും അതിലൂടെ ശ്രദ്ധ കിട്ടുമെന്ന് വിചാരിച്ചൊക്കെ നടന്ന ആളാണ്. പക്ഷേ ഒരു സ്ഥിരതയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ കാലം പിണറായി ഭക്തനായിരുന്നു. കൈരളി ചാനലിന് വേണ്ടി പിണറായി ഇൻ്റർവ്യൂ ചെയ്യുക, കൈരളി ചാനലിൽ ചെറിയ ലോകവും വലിയ വലിയ ലോകവും ചെറിയ ഷീനി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുക. അങ്ങനെ കൈരളിയുടെ കുറേ വക്താവായിട്ട് കുറേ കാലം നടന്നു. അത് കഴിഞ്ഞപ്പോൾ അത് വിട്ടു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ 2020 പോയി. അനാരോഗ്യവാനെ ഇരിക്കുമ്പോൾ തന്നെ ഇലക്ഷന് സ്വന്തം പെട്രോൾ അടിച്ച് കാറിൽ ചെന്നിറങ്ങി വോട്ടൊക്കെ പിടിച്ചു. അപ്പോൾ എന്തൊരു ജനസ്വാധീനം അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലായത് ഈ 2020 കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇദ്ദേഹം വോട്ട് പിടിച്ചു കൊടുത്തതാണ്. അവിടെ 2020 സ്ഥാനാർത്ഥി ജയിച്ചല്ലോ. അത് ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് പറ്റിയതാണ്.
പഠനകാലത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ജനസംഘത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അച്ഛൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നതുകൊണ്ട് എന്നും അച്ഛൻ്റെ എതിർപക്ഷത്ത് നിൽക്കാനായിരുന്നു അദ്ദേഹം വ്യഗ്രത കാട്ടിയിരുന്നത്. എന്താ പറയുക, നല്ല മകനാണ് അല്ലേ? അച്ഛൻ എന്താണോ അതിനെതിരെ പരസ്യമായി അച്ഛനെതിരെ നിൽക്കുന്ന നല്ല മകനായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കണമെന്ന് കരുതി ഇറങ്ങിപ്പോയ ആളായിരുന്നു ശ്രീനിവാസൻ. എന്നിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പാട്യം ഗോപാലൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ട് ഗരീബി ഹട്ടാവോ അടക്കം ഇദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിലും വെള്ളരി നാടകങ്ങളിലുമൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എവിടെയോ വെച്ച് അദ്ദേഹം വീണ്ടും വിട്ടുപോയി. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം പറഞ്ഞാൽ എടുത്തുകൊണ്ട് കിടക്കാൻ ഇവിടെ ആളുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. ഞാൻ ഇന്നിപ്പോൾ വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സാജസ് കറിയ വീട്ടിൽ ചെന്നിരുന്നു ശ്രീനിവാസൻ ഇൻ്റർവ്യൂ ഒരു എപ്പിസോഡ് 1ാം ഭാഗം കണ്ടിട്ടാണ് ഞാൻ വന്നത്. വളരെ ചിരിച്ചുകൊണ്ട് ഷിനിച്ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വിരോധങ്ങൾ ഛർദ്ദിപ്പിക്കുന്നുണ്ട്. നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 2020 എന്ന് പറഞ്ഞ നമ്മുടെ കിറ്റക്സ് സാബുവിൻ്റെ പാർട്ടിയാണ് ഇന്ത്യയിൽ വരേണ്ട വിശുദ്ധ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കൊട്ടക്കണക്കിന് വോട്ട് അവർക്ക് പിടിച്ചു കൊടുത്ത ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം അലോപ്പതി ചികിത്സകൾക്കെതിരെ പണം തട്ടുന്നവരെ പറ്റി, അലോപ്പതി ചികിത്സ എന്ന് പറഞ്ഞാൽ പറ്റിപ്പിൻ്റെ ഒരു ചികിത്സാ രീതിയാണെന്നും ആരും അതിലേക്ക് പോകരുതെന്നും ആയുർവേദവും പ്രകൃതി ചികിത്സയും യുനാനിയും ഒക്കെ വേണം പരീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പരീക്ഷിച്ച് സ്വന്തം ബോഡിയെ നശിപ്പിച്ച ആളാണ്. അല്ലെങ്കിൽ ഇത്രയും അനാരോഗ്യവാൻ ആകില്ലായിരുന്നു. എന്നിട്ട് അവസാനം എന്താ പറയുക, അലോപ്പതിയിൽ തന്നെ അദ്ദേഹം ശരണം പ്രാപിച്ചു. സിഗരറ്റിലൂടെയും മദ്യത്തിലൂടെയും ഒക്കെ സർഗ്ഗ സൃഷ്ടിക്കായി മനനം ചെയ്ത് തൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ തകർത്ത ആളാണ്, സ്വയം തകർത്ത ആളാണ് ഷിനിച്ചേട്ടൻ. ഇപ്പോൾ സ്വയംവരപ്പന്തൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ സ്ക്രിപ്റ്റിൻ്റെ നാളെ ഷൂട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ മുറി തുറന്നാൽ നമുക്ക് ഷിനിച്ചേട്ടൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ നോക്കില്ല. കാരണം ഈ കുന്തിരിക്കാൻ പോച്ചതുപോലെ റൂം മുഴുവൻ സിഗരറ്റിൻ്റെ പുകയ്ക്കകത്ത്, AC റൂമല്ലേ, അതിനകത്ത് ഒരു ജനാല പോലും പുള്ളി തുറന്നിടില്ല. ആ ജനാല പുകയ്ക്കകത്തിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു ജന്മം വലിക്കാനുള്ള നിക്കോട്ടിൻ അകത്താക്കി. ചേട്ടാ എന്ത് ചേട്ടാ ഈ ദ്രോഹം കാണിക്കണമെന്ന് കേട്ടപ്പോഴും പുള്ളി അത് പരിഹസിച്ച് കളഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫലം ഇപ്പോഴാണ് പുള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നല്ലേ അദ്ദേഹം അനാരോഗ്യവനായി മാറിയത്, അവശനായതും അങ്ങനെയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ജീവനോടെ ഇനി ശ്രീനിവാസൻ പുറത്തു വരില്ല എന്ന് ചുരുങ്ങിയത് ഒരു 4-5 പേരെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞു, ഇല്ല ഇനി ശ്രീനിവാസൻ രക്ഷയില്ല ദിനേശേ എന്ന് പറഞ്ഞ 4-5 പേരെങ്കിലും എനിക്കുണ്ട്. ഷുഗറും ക്രിയാറ്റിൻ്റെ വർധനവും ഹൃദയത്തിൻ്റെ എന്താ പറയുക ക്ഷമതയില്ലായ്മയും ഒക്കെ ആയി സ്വയം ചികിത്സയിലൂടെ സ്വയം നശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കാശിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒട്ടും ചിന്ത പുലർത്താത്ത ആളായിരുന്നു ഷിനിച്ചേട്ടൻ. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. കാശിൻ്റെ അങ്ങനെ ഒരു ആക്രാന്തമുള്ള ആൾ, അല്ലെങ്കിൽ എല്ലാം എനിക്കിരിക്കട്ടെ ഏതെല്ലാം വഴിയിലൂടെ കിട്ടുമോ അതെല്ലാം എനിക്കിരിക്കട്ടെ എന്ന് വിചാരിക്കാത്ത, വാശി പിടിക്കാത്ത ചുരുക്ക സിനിമാക്കാരിലൊരാളായിരുന്നു ഷിനിച്ചേട്ടൻ. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ണറായിരുന്നവർ പോലും അതിൽ ശുഷ്കാന്തി കാണിക്കാതെ പോയപ്പോൾ ഇൻകം ടാക്സ് പറയുകയാണ് ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ സ്വന്തം കാശ് കൊണ്ട് അടയ്ക്കാൻ എന്താ പറയുക ഒരിക്കലും വിമുഖത കാണിക്കാത്ത ആളുമായിരുന്നു ശ്രീനിവാസൻ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. എവിടെയോ വെച്ച് അദ്ദേഹത്തിനൊരു നല്ല കണക്കപ്പിള്ളയെ കിട്ടി. അതാണ് അദ്ദേഹത്തിന് കിട്ടിയൊരു ഭാഗ്യമെന്ന് ഞാൻ പറയും. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കണക്കപ്പിള്ളയെ കിട്ടിയതുകൊണ്ടാണ് ഷിനിച്ചേട്ടൻ അധികം തലവേദന ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. പുതിയ വാർത്ത വരുന്നു, അതും എത്ര ശരിയാവും സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ശ്രീനിവാസൻ കൂടുതൽ ക്ഷമതയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യനന്ദിക്കാട് ശ്രീനിവാസനെ വീട്ടിൽ പോയി കണ്ടു. ഷിനിച്ചേട്ടനും സത്യേട്ടനും കൂടി ഇരിക്കുന്ന ഫോട്ടോയൊക്കെ വന്നല്ലോ. അപ്പോൾ ഇനി ആരൊക്കെ ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ സിനിമ എടുത്താലും സത്യനന്ദിക്കാടിനോളം ശ്രീനിവാസൻ്റെ തിരക്കഥ ഭംഗിയായി ചിത്രീകരിച്ചവർ ചുരുക്കമാണെന്ന് ഞാൻ പറയും. അതിപ്പോൾ ഗാന്ധിനഗറായാലും സന്മനസ്സുള്ളവർക്ക് സമാധാനമായാലും സന്ദേശമായാലും ഞാൻ പ്രകാശനായാലും എല്ലാ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായാലും ഏത് ഇത് കണ്ടാലും മനോഹരമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലും എന്താ പറയുക ചെയ്യേണ്ടിരുന്ന സത്യനന്ദിക്കാടിൻ്റെ മകളെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എല്ലാ തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത സിനിമയായിരുന്നു. അതിലും ശ്രീനിവാസൻ അനാരോഗ്യവാനാണെങ്കിലും ഒരു വേഷം ചെയ്തിരുന്നു. ഞാൻ പ്രകാശന് ശേഷം ശ്രീനിവാസൻ എഴുതിയില്ല എങ്കിലും സത്യനന്ദിക്കാട് സിനിമകൾ ചെയ്തു. എന്തുകൊണ്ടോ പഴയ സിനിമകളായിരുന്നില്ല ആ വന്നതെന്ന് ഞാൻ പറയും. എനിക്ക് സത്യേട്ടനെ വലിയ ഇഷ്ടമാണ്. കാരണം സത്യേട്ടൻ്റെ ഓരോ സിനിമ എന്ന് മാത്രമല്ല സത്യേട്ടൻ്റെ ക്യാരക്ടറും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സത്യനന്ദിക്കാടിന് പറ്റിയ ഒരു അപചയം എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ രസമുള്ള 3-4 സിനിമകൾ എഴുതിയെങ്കിൽ പോലും ലോഹിതദാസിൻ്റെയും ശ്രീനിവാസൻ്റെയും തിരക്കഥയിൽ നിന്നുള്ള പിന്മാറ്റം തീർച്ചയായിട്ടും ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞതാണ്.
ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ പടത്തിൽ പ്രകാശൻ കല്യാണ മണ്ഡപത്തിൽ ഉണ്ണാനായിട്ട് ഓടുന്ന ആ സീൻ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇത് ഭഗത് ഫാസിലിൻ്റെ മിടുക്കാണോ, സത്യനന്ദിക്കാരൻ്റെ മിടുക്കാണോ, ശ്രീനിവാസൻ്റെ മിടുക്കാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇവർ 3 പേരും എന്തായാലും ഒരു കല്യാണ മണ്ഡപത്തിൽ ഊണിന് വേണ്ടി ഓടിയിരിക്കില്ല. ഇതെങ്ങനെ എവിടുന്നാണ് ഇവർ പഠിച്ചെടുത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ശുദ്ധ മലയാളത്തിലുള്ള തിരക്കഥകൾ എഴുതാൻ ആളില്ലാതെ പോകുന്നതിനാലാണ് സത്യനന്ദിക്കാരൻ്റെ സിനിമകൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ആകുന്നതെന്ന് തോന്നുന്നു. അത് നമുക്കൊരു വലിയ നഷ്ടമാണ്. ശ്രീനിവാസൻ, ലോഹിതദാസ് എന്ന മലയാളത്തുമുള്ള തിരക്കഥകൾ എഴുതുന്നവരുടെ തിരക്കഥകൾ ഇല്ലാതെ പോയതും സത്യേട്ടൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന സ്ഥിരം, നമ്മുടെ സത്യേട്ടന് സ്ഥിരം കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ ചേട്ടൻ, ഫിലോമിന, ലളിത, KPS ലളിത, ബഹദൂർ, മാമുക്കോയ, നെടുപടി വേണു, ഭരത് ഗോപി തുടങ്ങി, ഇന്നസെൻറ്റ്, കൃഷ്ണൻകുട്ടി നായർ, ഇങ്ങനെ സുകുമാരി ചേച്ചി, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നല്ലോ. അവരാരും ഇല്ലാത്തതും ശരിക്കും സത്യേട്ടനെ കുഴപ്പത്തിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീനിവാസൻ തിരക്കഥയിൽ നിന്നും അവധിയെടുത്ത് സത്യേട്ടൻ ലോഹിതദാസിൻ്റെ തിരക്കഥകളിലേക്ക് ഒരു പലായനം നടത്തിയല്ലോ. നല്ല 2-3 സിനിമകൾ ചെയ്തല്ലോ അവർ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊക്കെ നല്ല സ്ക്രിപ്റ്റല്ലേ. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു സ്വഭാവം പറയാം, എന്തും പച്ചയ്ക്ക് പറയുമല്ലോ. ഒരു ചാനൽ സംവാദം, എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ കായലാണെന്ന് തോന്നുന്നു, 2 വർഷം 3-4 വർഷം മുമ്പ്. അതിൽ ശ്രീനിവാസനും സത്യനന്ദിക്കാടും പങ്കെടുക്കുന്നു. മോഡറേറ്ററായിട്ട് നമ്മളെ ബെന്നി ആശംസയാണ്, അല്ല ബെന്നി പി നായരമ്പലമാണ്. അപ്പോൾ ബെന്നി ചോദിച്ചു, നിങ്ങളുടേതായ ഒരു സിനിമ ഇനി എന്ന് കാണാം എന്നായിരുന്നു ചോദ്യം. അപ്പോൾ സത്യേട്ടൻ ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്താണ് മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് എടുത്തത്. ഒരു ചേഞ്ച് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ തിരക്കഥയിൽ കുറച്ച് സിനിമകൾ ചെയ്യാം, ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ മറ്റ് സംവിധായകർ കുറച്ച് സിനിമകൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ 2 പേരും പരസ്പരം ചർച്ച ചെയ്താണ് മാറി നിന്നത് എന്ന് സത്യേട്ടൻ പറഞ്ഞു. അപ്പോൾ ചോദ്യകർത്താവായ ബെന്നി ഷീനി ചേട്ടനോട് ചോദിച്ചു, ശരിയാണോ? അപ്പോൾ ഷീനി ചേട്ടൻ എന്താ പറയുക, സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു, സത്യം ചുമ്മാ പറയുന്നതാണ്, അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നില്ല. എന്നേക്കാൾ നന്നായി തിരക്കഥ എഴുതാൻ അറിയാവുന്ന ഒരാളെ കിട്ടിയപ്പോൾ സത്യൻ മറുകണ്ഠം ചാടിയതാണ് എന്നാണ് ലോഹിതദാസിൻ്റെ തിരക്കഥകളിൽ സത്യേട്ടൻ എഴുതാൻ തുടങ്ങിയതിനെക്കുറിച്ച്, അല്ല സത്യയുടെ സിനിമ ചെയ്യാൻ തുടങ്ങിയതിനെക്കുറിച്ച് അന്ന് ഷീനി ചേട്ടൻ പറഞ്ഞത്. ഇതാണ് സത്യനന്ദിക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള കോമ്പിനേഷൻ. കാരണം കൊണ്ടും കൊടുത്തും നല്ല തിരക്കഥകൾ ഉണ്ടാക്കാൻ 2 പേർക്കും കഴിഞ്ഞിരുന്നു, നല്ല സിനിമ ഉണ്ടാക്കാൻ 2 പേർക്കും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയൊരു സിനിമയുടെ ഹോംവർക്കിലാണെന്ന് ഇടയ്ക്ക് എന്താ പറയുക, അനൂപ് സത്യം പറയുന്നത് കേട്ടു. സത്യേട്ടന് വേണ്ടി ശ്രീനിവാസൻ എഴുതും, മോഹൻലാൽ നായകനാകും, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ അതെത്ര പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായി പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ കലോത്സവത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പങ്കെടുത്തിരുന്നു. അതിലൊരു അതിഥിയായി വന്നിരുന്നു. മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറ് പോലുമില്ല എന്ന് ധ്യാൻ തുറന്നു പറഞ്ഞു. എനിക്ക് ധ്യാനിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കത് ഏത് പടമെന്ന് ആലോചിച്ചിട്ട് പിടിയിട്ടില്ല. ചെപ്പടി വിദ്യ നടക്കുമ്പോഴാണോ, ആചാര്യൻ നടക്കുമ്പോഴാണോ, ഭാഗ്യവാൻ നടക്കുമ്പോഴാണോ, സ്വയംവരപന്തൽ നടക്കുമ്പോഴല്ല. അപ്പോഴത്തേക്ക് അവർ വലിയ പിള്ളേരായി. ഷീനിച്ചേട്ടൻ മദ്രസ താമസിക്കുന്ന ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ 2 കൊച്ചു കുട്ടികളാണ്, ടീഷർട്ടൊക്കെ ഇട്ട്. അതിൽ വിനീതിൻ്റെ വയറൊക്കെ കാണണമായിരുന്നു, വലിയ വയറൊക്കെ ഉള്ള കുട്ടി. അപ്പോൾ ഷീനിച്ചേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അച്ഛനും മക്കളുമാണ്, വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ്. പക്ഷേ കൊണ്ടും കൊടുത്തും 2 പേരും സംസാരിക്കുന്ന കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, 2 മക്കളും അച്ഛനായിട്ടുള്ള സംവാദം. നാളെ ഇവരിൽ 2 പേരും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ആ സംസാരങ്ങളിൽ നിന്ന് ആ ഫ്ലാറ്റിൽ കാണാൻ ചെന്ന സന്ദർഭങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ വിനീത് വളരെ ബുദ്ധിമാനാണ്. കാരണം ആവശ്യമില്ലാത്തൊരു വിവാദത്തിലും പങ്കെടുക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പോലെ അയാളൊരു എന്താ പറയുക, ഒരു സമർത്ഥമായ ഒരു ചിരി ചിരിച്ച് ഉഴപ്പിക്കളയും. പക്ഷേ ധ്യാൻ എല്ലാ കാര്യങ്ങളും എന്താ പറയുക പച്ചയ്ക്ക് തുറന്നു പറയുന്ന. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷീനിച്ചേട്ടനും ഭാര്യ വിമലയ്ക്കും പാരയാവുന്നതും ധ്യാനാണെന്ന് പറയാം. പക്ഷേ അയാളുടെ ചില നിലപാടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളിപ്പോൾ ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അയാളൊരു 10-30 പടത്തിന് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പോട്ടെ, വെറുതെ പറഞ്ഞതാണെങ്കിൽ 30 പടത്തിൻ്റെ പകുതി കളഞ്ഞാൽ പോലും ഒരു 15 പടത്തിന് അയാൾ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ വാങ്ങുന്ന എമൗണ്ടും എനിക്കറിയാം. എൻ്റെ നല്ല പരിചയമുള്ള ബെന്നി ആശംസ ചെയ്യുന്ന പുതിയ സിനിമയിലും ധ്യാനാണ് നായകൻ. നായകൻ എന്ന് മാത്രമല്ല, അതിൻ്റെ തിരക്കഥ എഴുതുന്നതും ധ്യാനാണ്. ഒരു നല്ല പ്രോജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഹോംവർക്ക്
എന്താ പറയുക, ഇപ്പോഴേ ബെന്നി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബെന്നി വിളിക്കുമ്പോഴൊക്കെ എൻ്റെ പറയാറുണ്ട്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദിനേശേ ആ പടത്തോടെ എനിക്കൊന്ന് നോട്ടബിൾ ആവണം എന്നൊക്കെ പറഞ്ഞാൽ ആ ബെന്നിയൊക്കെ പറയുന്നോണം കേൾക്കാൻ ധ്യാനിനെ കുറിച്ച് ഒരുപാട് എന്താ പറയുക ക്വാളിറ്റിയുള്ള ആളെന്നാണ് ബെന്നി എന്നോട് പറഞ്ഞത്. അയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, എന്നെ ഒരു 2.5 കോടി അല്ലെങ്കിൽ 3 കോടിക്കുള്ളിൽ എൻ്റെ സിനിമ തീർക്കണം. കാരണം എൻ്റെ സിനിമയ്ക്കൊരു 3.5 കോടി രൂപയുടെ ബിസിനസ്സൊക്കെ ഉള്ളൂ. ആ 3.5 കോടി ബിസിനസ്സുള്ള പടത്തിന് നിങ്ങളൊരു 3 കോടി രൂപ മുടക്കിയാൽ 50 ലക്ഷം രൂപ നിർമ്മാതാവിന് ലാഭം കിട്ടും. അതിനപ്പുറത്തേക്ക് പോയി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ ചെയ്യുമ്പോൾ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് കോടികൾ കൊണ്ട് കളഞ്ഞാൽ അത് മുഴുവൻ പോവും എന്ന് തുറന്നു പറയുന്ന ഏക നടൻ മലയാളത്തിലിപ്പോൾ ധ്യാനാണ്. അയാളുടെ പരിമിതിയും അയാളുടെ വിജയഘടകവും എല്ലാം അയാൾക്ക് സ്വയം അറിയാവുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ലഹരിയും ഉപയോഗിച്ചിരുന്നു യാതൊരു മടിയുമില്ലാതെ പറയാൻ കഴിയുന്നൊരു ചെറുപ്പക്കാരൻ. ഞാൻ തൽക്കാലം നിർത്തി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്നെങ്കിലും ഇനി അതിൽ ആഗ്രഹം വരുമ്പോൾ അക്കാലത്ത് ചെയ്യാം എന്നൊക്കെ. അല്ലാതെ അയാളൊരു പുണ്യവാളനാകാറില്ല. അതാണ് എനിക്ക് അയാളെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം തോന്നിയത്. അയാൾ പറയുകയാണ്, മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ സംസാരിച്ചിട്ട് കാലം കുറേയായി. അച്ഛൻ ശ്രീനിവാസൻ ഉൾപ്പെടെ താൻ കണ്ട എഴുത്തുകാർക്കെല്ലാം അറിവുണ്ടെങ്കിലും ഒട്ടും തിരിച്ചറിവില്ല എന്നാണ് ഈ ധ്യാൻ പറയുന്നത്. അച്ഛനടക്കമുള്ള എഴുത്തുകാർക്ക് നല്ല അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല എന്നാണ് ധ്യാൻ പറയുന്നത്. എവിടെയൊക്കെയോ അവർക്കൊരു അഹങ്കാരമുണ്ട്, അത് സത്യം. ഇപ്പോൾ ശ്രീനിവാസൻ 500 രൂപയ്ക്ക് തിരക്കഥ എഴുതി കണ്ടവൻ്റെ പേരിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് തിരുത്തലെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നൊരു തിരക്കഥാകൃത്തായ ശേഷം എത്ര തിരക്കഥകളെ കുളമാക്കിയിട്ടുണ്ടെന്നറിയോ? ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ സുരേഷ് ഉണ്ണിത്താൻ്റെ പടത്തിൻ്റെ PR ആയിരുന്നു. അതിൻ്റെ പാലക്കാട് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ വളരെ വിഷണനായി സുരേഷ് ഉണ്ണിത്താനെ കണ്ടു. എന്തെന്ന് ചോദിച്ചപ്പോൾ C രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ മലയാളത്തിലെ നോവലിസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ C രാധാകൃഷ്ണൻ്റെ അലബി ലബിശ്രീ യോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ശ്രീനിവാസൻ ചെയ്താൽ നന്നാവും എന്നാണ് ശ്രീനിവാസൻ വെച്ചു. പക്ഷേ ശ്രീനിവാസൻ വന്ന ശേഷം ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരു ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സീനുകൾ മുഴുവൻ റീറൈറ്റ് ചെയ്യും. അപ്പോൾ എന്തിട്ട് തന്നെ പടത്തിൻ്റെ ടോട്ടാലിറ്റി നഷ്ടപ്പെടും. അദ്ദേഹം അഭിനയിക്കുന്ന സീനുകൾ മാത്രമേ അദ്ദേഹം തിരുത്തൂ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വേറെ സീനുകൾ ഇതുമായിട്ട് യാതൊരു ലിങ്ക് ഇല്ലാതാവും. മോരും മുതിരയും പോലെ ആയിപ്പോവും. ഞാൻ ഷിനി ചേട്ടൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല മദ്യപിച്ച് നല്ല പുകവലിച്ച് സ്ക്രിപ്റ്റുകൾ വാരി കട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ട് നടുക്കിരിക്കുക. ഞാൻ ചെന്നു, എന്താണിവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ പടത്തിൻ്റെ PR ആണ്. അത് ശരി, ഇരിക്കും എന്ന് പറഞ്ഞിരുന്നു. കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾക്ക് ഇതെന്തോന്നത്? അതാണ് സ്ക്രിപ്റ്റ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്ത്? ചളമല്ല, ചച്ചളമാണ്. അപ്പോൾ അദ്ദേഹം അത് റീറൈറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റുന്നുണ്ടാൽ C രാധാകൃഷ്ണൻ മനസ്സിൽ എന്ത് കണ്ടോ അതല്ല സിനിമയായി വന്നപ്പോൾ ശ്രീനിവാസൻ്റേതായ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ സീനുകൾ തിരുത്തി. അതൊക്കെ ഒരു എന്താ പറയുക, ഞാൻ എന്തും ചെയ്താൽ വിജയിക്കുമെന്നുള്ളൊരു അഹങ്കാരത്തിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അത് വിനീത് എന്നാണ് വരുന്നത്. ധ്യാൻ പറയുന്ന പോയിൻ്റ് ശരിയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ചെറിയ ലോകം വലിയ മനുഷ്യരുടെ ചന്ദ്രശേഖർ അടക്കം എത്ര സംവിധായകരുടെ എന്താ പറയുക ജീവിതം നശിപ്പിച്ച ആളാണ് ഷിനിച്ചേട്ടൻ. അറിയോ? തിരക്കഥ എഴുതി കൊടുക്കാം, അഭിനയിക്കാമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം നടത്തിയിട്ട് ഒരു സിനിമ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വായിച്ച പണിയല്ലേ. ഒരു കാശ് മുടക്കാൻ ഒരാളെ തപ്പി എടുത്തു കൊണ്ടുവന്ന് 2 വർഷം 3 വർഷം 5 വർഷം നടന്നിട്ട് നടക്കാതെ പോകുമ്പോൾ ആ സംവിധായകൻ അതോടെ തീരുകയാണ്. അതിന് ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ഈ ചെറിയ ലോകം വലിയ മനുഷ്യരെടുത്ത ചന്ദ്രശേഖർ ഫീൽഡ് ഔട്ട് ആയതുപോലെ പോയി. കാരണം ശ്രീനിവാസൻ്റെ പുറകെ നടന്നതിൽ പറ്റിയതാണ്. അതുപോലെ 6-ാം വാർഡിൽ ആഭ്യന്തര കലഹമൊക്കെ എടുത്ത മുരളിച്ചേട്ടൻ, അവസാന കാലത്ത് കരിങ്കല്ല് ചുമക്കാനും കോഴിക്കടയിൽ ഇറച്ചി വെട്ടാനും ഒക്കെ നിന്ന പാവം മനുഷ്യൻ. അദ്ദേഹവും ശ്രീനിവാസനെ വിശ്വസിച്ച് വർഷങ്ങളോളം നടന്നു ഒരു തിരക്കഥയ്ക്ക് വേണ്ടി. ചെയ്യില്ല എന്ന് പറയില്ല, അതാണ് പ്രശ്നം. കൊടുക്കൂല, പക്ഷേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നടത്തും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വിനീത് പറയുന്ന എവിടെയൊക്കെയോ ഈ എഴുത്തുകാർക്ക് ഒരു അഹങ്കാരം വരും എന്ന് പറഞ്ഞതിൻ്റെ തെളിവുകളായി എനിക്ക് തോന്നുന്നു. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഹിപ്പോക്രാറ്റാണെന്ന് അച്ഛൻ വിളിച്ചു പറയുന്നത് എന്നാണ് ഈ ധ്യാൻ പറയുന്നത്. സത്യത്തിൽ ആ ചെറുപ്പക്കാരനോട് എനിക്ക് ബഹുമാനം കൂടി. കൊച്ചു പയ്യനല്ലേ, എന്ത് കാര്യമായിട്ട് അവൻ അച്ഛനെ വിശകലനം ചെയ്യുന്നതെന്ന് ആലോചിച്ചു. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഹിപ്പോക്രാറ്റാണ് എന്ന് അച്ഛൻ വിളിച്ചു പറയുന്നത്. ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും ഒരിക്കലും അഭിപ്രായം എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് അറിവ് സമ്പാദിക്കുമ്പോൾ അതിനൊപ്പം അഹങ്കാരവും ധാർഷ്ട്യവും പുച്ഛവും വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മോഹൻലാലിനെ മോശമായ രീതിയിൽ വിമർശിച്ച് ആരും എൻ്റെ പറഞ്ഞു അത് ശ്രീനിവാസ് അറിഞ്ഞ് ചെയ്യുന്നതല്ല, അദ്ദേഹം കഴിക്കുന്ന മരുന്നിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം എന്തൊക്കെയോ മരുന്നുകൾ കഴിക്കുന്നതിൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആളുടെ വെച്ച്
ഈ മരുന്ന് കഴിക്കുമ്പോൾ മോഹൻലാലിനെ മാത്രമേ തെറി വിളിക്കുള്ളൂ. എന്താ, മമ്മൂട്ടിയെ തെറി വിളിച്ചൂടെ, സുരേഷ് ഗോപിയെ തെറി വിളിച്ചൂടെ? അതൊന്നും ഈ മരുന്നിൽ വരില്ല. പിണറായി വിജയനെ തെറി വിളിക്കും, നരേന്ദ്രമോദിയെ തെറി വിളിക്കില്ല. അതെന്താണ്? അങ്ങനത്തെ ഒരു മരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. അറിവുള്ളവന് അഹങ്കാരം പാടില്ല എന്നാണ് ധ്യാൻ പറയുന്നത്. ഒരുപാട് വായിച്ച് അറിവ് സമ്പാദിച്ചിട്ടും തിരിച്ചറിവില്ലെങ്കിൽ അവൻ ലോക തോൽവിയാണ് എന്ന് അച്ഛനെ പറ്റി പറയല്ല, പക്ഷേ എങ്കിലും ധ്യാൻ പറയുകയാണ്. ഒരുപാട് വായിച്ച് അറിവ് സമ്പാദിച്ചിട്ടും തിരിച്ചറിവില്ലെങ്കിൽ അവൻ ലോക തോൽവിയാണ് എന്നാണ് ധ്യാൻ പറയുന്നത്. അച്ഛനും ചേട്ടനും ഇടയിൽ ഈ പാവം ഞാൻ എന്നാണ് പറഞ്ഞത്. കാരണം ചേട്ടനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തല്ലോ, അച്ഛനും ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ ഇടയിലൊരു പാവം മനുഷ്യനാണ് ഞാനെന്ന് ധ്യാൻ പറയുന്നു. വീട്ടിൽ നമുക്ക് എന്തും പറയാം, ശരിയാ, നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് എന്തും പറയാമല്ലോ. പക്ഷേ മോഹൻലാലിനെ പോലൊരു മഹാനടനെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർ ആ സെൻസിൽ എടുക്കണമെന്നില്ല. ശ്രീനിവാസൻ അണ്ടർലൈനിട്ട് കേൾക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. ഇപ്പോൾ സാജൻസ്കറി അടക്കം 2020 സാബു അടക്കം നിങ്ങൾക്ക് ഈ കുട്ടിക്കുരങ്ങിന് ചുടുചോറ് വാരിക്കും എന്ന് പറയും പോലെ കോരി ഇട്ട് തരും. എല്ലാം കൂടെ വാരി തിന്ന് ശ്രീനിവാസ വെറുതെ അവസാനം ഈ അനാരോഗ്യവാനായിരിക്കുന്ന ഈ സമയത്ത് വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. പറയാമോ എന്നെനിക്കറിയില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹം കേരളത്തിലെ ഒരു വലിയ പത്രത്തിന് 6 വഷളായ ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖം അടിച്ചു വന്നിരുന്നുവെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അഭിമുഖമായിരുന്നു. 100% നട്ടാൽ കുറുക്കാത്ത നുണകൾ അടങ്ങിയ ഒരു വിവാദമായിരുന്നു. അത് ചിത്രീകരിച്ച ശേഷം അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് വിമല ടീച്ചർ സത്യനന്ദിക്കാരനെ വിളിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സത്യേട്ടൻ ഇടപെട്ട് ആ അഭിമുഖം പുറത്ത് വന്നില്ല എന്ന് പറയുന്നു. എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. സത്യേട്ടൻ ചെയ്തുവെങ്കിൽ നല്ലത്. സിനിമയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ അവസരങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മക്കൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അവരെ ദ്രോഹിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുമ്പ് വേറൊരു അച്ഛൻ മക്കളുടെ കൂമ്പടച്ച് കളഞ്ഞില്ലേ, എത്ര വലിയ പടങ്ങളിൽ അഭിനയിച്ചിട്ടിരുന്ന മക്കൾക്ക് അവസരമില്ലാതാക്കിയ ഒരു അച്ഛൻ. വയസ്സാകുമ്പോൾ കട്ടയും പടം മടക്കി അവരൊക്കെ അങ്ങ് പോകില്ലെന്നേ, മക്കളല്ലേ അനുഭവിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ശ്രീനിവാസനോട് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വിമല ടീച്ചറോട് പറയുന്നു, നിങ്ങളുടെ 2 മക്കളും മലയാള സിനിമയിൽ ഇപ്പോൾ എന്താ പറയുക ശ്രദ്ധേയരായി വരുന്ന കാലമാണ്. ഇപ്പോൾ പ്രണവാണ് വിനീതിൻ്റെ പടത്തിലെ നായകൻ, ഒരു നായകൻ ധ്യാനുമാണ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അടുത്ത മോഹൻലാലിനെ വെച്ചെന്തോ വിനീത് പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും വിനീതിൻ്റെ വളർച്ചയിൽ അതൊരു എന്താ പറയുക ഉത്തേജനം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ അവസരത്തിൽ മോഹൻലാലിനെ ചീത്ത വിളിക്കുന്ന അഭിമുഖങ്ങൾ എടുക്കാനായി ആരെങ്കിലും സ്നേഹം നടിച്ച് വന്നാൽ വിമല ടീച്ചർ ഗേറ്റ് തുറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കയറ്റരുത്, അകത്ത് കയറ്റരുത്. അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്, അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് തിരിച്ചു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ധ്യാൻ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നടക്കില്ലായിരിക്കാം. ഇപ്പോൾ തന്നെ ഈ സാജസ്കറിയയുടെ പ്രോഗ്രാം അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലാണത്. അത് മണ്ടനായിരുന്നുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ ശ്രീനിച്ചേട്ടൻ്റെ ഈ എന്താ പറയുക അനാരോഗ്യവാനായി ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ വീട്ടിൽ വന്ന് അഭിമുഖം എടുക്കാൻ വരുന്ന ഒരുത്തനെയും ഞാൻ വരില്ല എന്തായാലും, ഒരുത്തനെ അകത്ത് കയറ്റരുതെന്നാണ് എനിക്ക് വിമല ടീച്ചറോട് സ്നേഹത്തോടെ പറയാനുള്ളത്. കാരണം നിങ്ങളുടെ 2 മക്കളുടെ ഭാവിയെ നശിപ്പിക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ആ കതിരിൽ കൊണ്ടൊന്ന് കുരുന്നിനെ ഒടിച്ചു കളയരുത്. അവർ 2 പേരുമാണ് ഇനി ജീവിക്കാനുള്ളത്. ഷിനിച്ചേട്ടൻ്റെ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഇപ്പോൾ സത്യേട്ടൻ്റെ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സത്യേട്ടൻ എന്തെങ്കിലും സത്യേട്ടന് വിമർശിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല, കൃത്യമായിട്ട് വിമർശിക്കുന്ന ആളാണ് ഏത് കാര്യത്തിലും, സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം വ്യക്തിഹത്യ നടത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ സിനിമയിൽ നിൽക്കുന്നു, അവർക്കൊരു ദോഷവും വരില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, വിമല ടീച്ചർ ഒരു അഭിമുഖം വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയിട്ട് സത്യേട്ടനെ വിളിച്ച് നിസ്സഹായാവസ്ഥ പറഞ്ഞപ്പോൾ സത്യേട്ടൻ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഷീനിച്ചേട്ടന് വേണ്ടി ആ അഭിമുഖം പുറത്തു വരാതെ തടഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യേട്ടനോട് ബഹുമാനം തോന്നുന്നു. ഒരു നല്ല നമസ്കാരം പറയുന്നു സത്യേട്ടന്. കാരണം വേറെ വല്ലവരാണെങ്കിൽ അവൻ 4 തെറി കേൾക്കട്ടെ എന്നല്ലേ വിചാരിക്കും. പക്ഷേ സത്യേട്ടന് ശ്രീനിവാസനെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ആ അഭിമുഖം വരാതെ തടഞ്ഞത് എന്ന് ഞാൻ പറയും. ഉള്ളതോ കള്ളതോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വിനീത് ധ്യാൻ പറയുന്നത് വീട്ടിൽ നമുക്ക് എന്തും പറയാം, പക്ഷേ മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർ ആ സെൻസിൽ എടുക്കണമെന്നില്ല. പ്രത്യേകിച്ച് സരോജ് കുമാർ എന്ന സിനിമയ്ക്ക് ശേഷം അച്ഛനും മോഹൻലാലിനും ഇടയിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീണ സ്ഥിതിക്ക് അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറ് പോലുമില്ല.
അവരുടെ കാര്യം എന്തിനു പറയണമെന്നേ. ശ്രീനിവാസൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം അന്തേവാസിയായിരുന്നു എന്താ പറയുക ആ സരോജ് കുമാർ ഡയറക്റ്റ് ചെയ്ത സംവിധായകൻ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സഞ്ജയ് രാഘവൻ. അപ്പോൾ ഒരിക്കൽ ഷീനി ചേട്ടൻ എന്താ പറഞ്ഞു, ദിനേശ് നമുക്ക് വിശ്വസിച്ച് വിമലയും മക്കളെയും ഒരു ടൂർ കൊണ്ടുപോകും, അഷ്ടമുടി കായൽ കാണിച്ചിട്ട് പോവാം, എവിടെ വേണമെങ്കിലും പറഞ്ഞാൽ അയാൾ കൊണ്ടുപോയാൽ ഒരു ദ്രോഹം വരില്ല, അത്രയും നല്ല മനുഷ്യനാണ്, അവനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ സരോജ് കുമാർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു കൂതറ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ പയ്യനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിച്ച് ആ ചെറുപ്പക്കാരൻ എൻ്റെ സുഹൃത്താണ്, പയ്യനല്ല, സഞ്ജയ് രാഘവൻ്റെ ഭാവിയെ നശിപ്പിച്ച് കളഞ്ഞില്ലേ. ശ്രീനിവാസൻ്റെയും ശത്രുവായി, മോഹൻലാലിൻ്റെയും ശത്രുവായി, മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുഴുവൻ ശത്രുവായി അയാളുടെ മാറി. വലിയ ദ്രോഹമല്ലേ ഷീനി ചേട്ടൻ ചെയ്തത്. ഞാനാണെങ്കിൽ സരോജ് കുമാറിന് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ, മോഹൻലാലിനെതിരെ ഇത്രയും കൂതറ ഡയലോഗുകളും സീനുകളും എഴുതി വെച്ചാൽ ഞാൻ പറയും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ ഷീനി ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം സഞ്ജയ് രാഘവൻ അത് ചെയ്തത്. അതായത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അവർ തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറ് പോലും ഇല്ല എന്നാണ് ധ്യാൻ പറയുന്നത്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം വിമർശിക്കാൻ. ആദ്യം സ്വയം ശ്രീനിവാസൻ മനസ്സിലാക്കണമെന്ന്. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി. ഞാൻ കേട്ടെ ടി.പി. ബാലഗോപാലൻ MA എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിക്കാം, ഈ വരുന്ന സത്യൻ അന്തിക്കാട് പറയുന്ന ഈ ശ്രീനിവാസൻ എഴുതുന്ന സ്ക്രിപ്റ്റിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ കേൾക്കുമെങ്കിൽ പിന്നെ മോഹൻലാലിന് ഇതുപോലുള്ള ഹിറ്റായ പടങ്ങൾ കിട്ടുമോ. മോഹൻലാൽ നല്ല തിരക്കുണ്ടാക്കി നല്ല പേരുണ്ടാക്കിയ ശേഷമാണ് ശ്രീനിവാസൻ്റെ തിരക്കഥകളിൽ അഭിനയിക്കാൻ തുടങ്ങിയതെന്ന് ഞാൻ പറയും. അപ്പോൾ കൊടുക്കലും വാങ്ങലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്കായി നടന്ന രണ്ട് സുഹൃത്തുക്കൾ എവിടെയെങ്കിലും വെച്ച് ഒരു ടേണിംഗ് പോയിൻറ്റിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയാൽ അയാളെക്കുറിച്ച് ഇത്രയും വൾഗാരിറ്റിയുള്ള ഒരു സിനിമ ചെയ്യരുതായിരുന്നു. ഈ സരോജ് കുമാറിനെ കുറിച്ച് എനിക്ക് തോന്നിയത് അതാണ്. ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആൾ ഞാനാണ്, എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഈ മാതൃഭൂമിയുടെ ഈ പ്രോഗ്രാം നടന്നിടത്ത് ശ്രീനിവാസനെ പൊക്കി പറഞ്ഞിട്ട് ധ്യാനിനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തൊരു വങ്കത്തരം ഒന്ന് ആലോചിക്കുക, ആളാവാൻ നോക്കിയതായിരിക്കും, ധ്യാനിനെ ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ധ്യാൻ പറഞ്ഞ മറുപടി ഇതാണ്, ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആൾ ഞാനാണ്, എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കി. അത്രത്തോളം ഒന്നും ചേട്ടാ ഈ ചോദ്യം ചോദിച്ച ചേട്ടാ നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ധ്യാൻ ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടവും സ്നേഹവും ഉള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ്, അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും എന്നും ധ്യാൻ പറയുന്നു. 1988 ഡിസംബർ 20 എന്താ പറയുക കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നടനും ഒക്കെ ആയ ധ്യാൻ ജനിച്ചത്. 35 വയസ്സായി, 35 കഴിഞ്ഞ് 36 പോവുകയാണ്. പിതാവ് ശ്രീനിവാസൻ്റെയും ജ്യേഷ്ഠൻ വിനീത് ശ്രീനിവാസൻ്റെയും അത്രയും പ്രതിഭയില്ല എന്ന വിമർശനം തുടക്കകാലത്ത് കേട്ടിരുന്നു. ഇനി യവൻ വരാത്തതിൻ്റെ കുറവുള്ളൂ, യവന് വിനീതൊന്നും ആവാൻ കഴിയില്ല, യവന് ശ്രീനിവാസനാവാനും കഴിയില്ല എന്നുള്ള വിമർശനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ധ്യാൻ ട്രാക്ക് മാറ്റിയത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ താരം ആയി വളർന്നു. കാരണം ഏത് അഭിമുഖത്തിനും കൊണ്ടും കൊടുത്തും നല്ല മറുപടി പറയാനുള്ള ആർജവമുള്ള ചെറുപ്പക്കാരനായിട്ട് പച്ചയ്ക്ക് യൂട്യൂബുകളിലൂടെ വന്ന ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പെട്ടെന്ന് താരമായി മാറി. വിനീതിനൊന്നും അതിൻ്റെ ഏഴയലത്തെത്താൻ പറ്റില്ല. ആ അഭിമുഖങ്ങളായിരുന്നു ധ്യാനിനെ ശ്രദ്ധേയനാക്കിയത്. ശ്രീനിവാസൻ എന്ന മഹാൻ്റെ മകൻ അല്ലെങ്കിൽ ധ്യാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല എന്നാണ് എന്താ പറയുക ആ ചോദ്യകർത്താവ് നേരത്തെ പറഞ്ഞ ചോദ്യകർത്താവ് പറഞ്ഞത്. ഹിപ്പോക്രാറ്റ്, റെസിലിയൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ 3 തവണ എൻട്രൻസ് എഴുതി തോറ്റ ഒരാൾ പറഞ്ഞാൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ സാധിക്കില്ല എന്നാണ് ആ ചോദ്യകർത്താവ് വിനീതിനോട് പറഞ്ഞത്. ഓഡിയൻസിനെ കയ്യിലെടുത്തത് കൊണ്ടാണ് അവർ ഇടയ്ക്കിടെ കൈയടിക്കുന്നത് എന്ന് അതിന് മറുപടിയായിട്ട് വിനീത് പറഞ്ഞു. ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു അവിടെ. കാരണം നിങ്ങൾ 3 തവണ എൻട്രൻസ് എഴുതി തോറ്റ ആളല്ലേ, നിങ്ങളുടെ വാചകടി എന്നുണ്ടെന്നും അല്ല നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ അനുജനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസിനെ കയ്യിലെടുത്തത് കൊണ്ടാണ്, ഞാൻ കയ്യിലെടുത്തത് കൊണ്ടാണ് ഇടയ്ക്കിടെ അവർ കൈയടിക്കുന്നത് എന്നായി ഈ ധ്യാൻ. അവർ കൈയടിക്കും, അവർ അങ്ങനെയാണ്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കൂ, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാനെന്ന് ഒരു മകനോടൊരു അച്ഛനെ പറ്റി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു വായി നോക്കി ചോദിക്കുന്നത് തെറ്റല്ലേ? ആലോചിച്ച് നോക്കിയേ. ആദ്യം നിങ്ങൾ ശ്രീനിവാസനെ മനസ്സിലാക്കൂ, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ എന്നായി. വിസ്ഡം എന്നതിനെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞത് എന്താണെന്ന് ധ്യാനിന് അറിയാമോ എന്നായി അടുത്ത ചോദ്യം. ഞാൻ മറുപടി പറയണോ എന്നായി ധ്യാൻ.
ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനാണ്, മനസ്സിലായില്ലേ? പക്ഷേ അഭിപ്രായങ്ങളും ഐഡിയോളജിയും വ്യത്യാസം വരും. ഐഡിയോളജിയിലും അഭിപ്രായത്തിലും വ്യത്യാസം വരും. അതാണ് അച്ഛനായിക്കോട്ടെ മോനായിക്കോട്ടെ എന്നായിരുന്നു ഈ ധ്യാൻ്റെ മറുപടി. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനെ പറയാണ്, അച്ഛനെ പറയാണ്. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായതുകൊണ്ടാണ്, ശ്രീനിവാസനും തുറന്നു പറയുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ചേട്ടനിപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ചില്ലേ, ആ ഓഡിയൻസിലെ ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്, ചേട്ടനിപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ലേ, പക്ഷേ അച്ഛൻ അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾ ചോദിച്ച ഈ വരട്ട് ചോദ്യം എൻ്റെ അച്ഛൻ ചോദിക്കില്ല. കാരണം നീ ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ടല്ലേ പ്രശസ്തനായതെന്നോ, അല്ലെങ്കിൽ നീ വിനീത് ശ്രീനിവാസൻ്റെ അനിയനായതുകൊണ്ടാണല്ലോ പ്രശസ്തനായതെന്നോ എൻ്റെ അച്ഛൻ ചോദിക്കില്ല. അതാണ് എൻ്റെ അച്ഛനും ഈ ചോദ്യം ചോദിച്ച ഈ ചേട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു. കനകക്കുന്നിൽ നിറഞ്ഞ കയ്യടി. അതിൻ്റെ അർത്ഥം ധ്യാൻ പറഞ്ഞത് ശരിയാണ് എന്നാണ്. സംസാരം അല്പം കുറഞ്ഞു. ആൾക്കാരോട് അല്പം മര്യാദയോടെ സംസാരിക്കണം, മാന്യമായി. പക്വതയൊക്കെ വന്ന ഒരു ഫീലിംഗ്. കോളേജ് കാലത്ത് ഞാൻ ലഹരി ഉപയോഗിച്ചിരുന്നു. അതായത് അനുഭവങ്ങളിൽ നിന്ന് അയാൾ പഠിച്ച ആളാണ്. അയാൾ പറയാണ്, ഞാൻ പഴയതുപോലെ ഇപ്പം പാചകം അടിക്കാറില്ല, സംസാരം അല്പം കുറച്ചു. ആൾക്കാരോട് അല്പം മര്യാദയോടെ സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം എന്ന് ഞാൻ പഠിച്ചു. പക്വതയൊക്കെ വന്ന ഒരു ഫീലിംഗ് എനിക്കിപ്പോൾ ഉണ്ട്. കോളേജ് കാലത്ത് ഞാൻ ലഹരി ഉപയോഗിച്ചിരുന്നു. ശരീരം നശിപ്പിക്കും, മാനസിക നിലയെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ലഹരിയുടെ പിടിയിൽ നിന്നും ഞാൻ മോചിതനായി. അവിടെയാണ് അയാൾ ബ്രില്യൻ്റ് ആണെന്ന് പറയാനുള്ളത്. അയാൾക്ക് അച്ഛൻ്റെയോ ഒരു കൗൺസിലിങ്ങോ ഒന്നും വേണ്ടി വന്നില്ല. നമ്മൾ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ഭാവിക്ക് അത് കോഞ്ഞാട്ടയാവും എന്ന് മനസ്സിലായപ്പോൾ അയാൾ സ്വയം നിർത്തി. പഠനം, ബന്ധങ്ങൾ, വ്യക്തിജീവിതം ഇവയൊക്കെ ലഹരി ബാധിച്ചു. മകൾ ജനിച്ചതോടെ പൂർണ്ണമായും ഞാൻ ലഹരിയിൽ നിന്ന് മോചിതനായി. സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു. 7-8 വർഷമായി ഞാനിപ്പോൾ മദ്യപാനമേ ഇല്ല. പണ്ട് ഖരം, ദ്രവം, വായു രൂപങ്ങളിലെ ലഹരികൾ ഞാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ധ്യാൻ തുറന്നു പറയുന്നു. ഖരരൂപത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു. അതെനിക്ക് കഞ്ചാവൊക്കെ പോലുള്ളതായിരിക്കാം. ദ്രവരൂപത്തിലുള്ള എന്ന് പറയുമ്പോൾ മദ്യമൊക്കെ ആയിരിക്കാം. വായു എന്ന് പറഞ്ഞാൽ വലിക്കുന്ന മറ്റേ സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഞാൻ നിർത്തി എന്ന് പറയുന്നു. വിനീത് ശ്രീനിവാസൻ്റെ തിര എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് ധ്യാൻ അനുജൻ നടനായത്. സംവിധാനം ആഗ്രഹിച്ചെത്തിയ തനിക്ക് കിട്ടുന്ന ബോണസാണ് അഭിനയം എന്നാണ് ധ്യാൻ പറയുന്നത്. കാരണം എനിക്ക് അഭിനയത്തോട് അങ്ങനെ വലിയ കമ്പമൊന്നുമില്ല, അതൊരു ബോണസായിട്ട് എടുത്താൽ മതി. ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് വന്നതാണ്. 32 സിനിമകൾക്ക് എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. 32 സിനിമ എത്ര വർഷം കൊണ്ട് തീരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 4 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല. ഇതിനിടയിൽ അച്ഛൻ ചോദിച്ചാൽ പോലും സോറി ഡേറ്റ് ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ശ്രീനിവാസൻ ഒരു പുതിയ തിരക്കഥ എഴുതുന്നു, നിന്നെയാണ് ഞാൻ നായകനായി കാണുന്നതെന്ന് പറഞ്ഞാലും ധ്യാൻ പറയുമെന്ന്, സോറി എനിക്ക് അടുത്ത 4 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയുമെന്ന്. ഇതൊരു ഭാഗ്യവാനം നിലച്ച് നോക്കി. ഏത് നടനുണ്ട് ഇത്രയും? അയാൾ എല്ലാവരെയും കഥ കേട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആരും നോക്കാതെ അയാൾ ജഗദീഷ് ശ്രീകുമാറിനെയൊക്കെ പോലെ അയാൾ അപ്പം കമ്മിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ സജീവമായി മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ, ഒരുപാട് വിജയ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത ആളാണ് എൻ്റെ അച്ഛൻ. ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിക്ക് ഞങ്ങളോട് എത്ര കാര്യമാണെന്ന് അറിയാം. ഒരു കാര്യത്തിനും ഇന്നേ വരെ പുള്ളി ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല, ശ്രീനിവാസൻ ഉപദേശിച്ചിട്ടില്ല. പക്ഷേ ശ്രീനിവാസൻ്റെ അച്ഛൻ അധ്യാപകനായ ഉണ്ണിമാഷ് ശ്രീനിവാസനെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപദേശം കൊടുത്താൽ ആരും നന്നാവില്ല എന്ന് പുള്ളിക്കറിയാം. ശ്രീനിവാസൻ അറിയാം, നമ്മൾ ഉപദേശിച്ചാൽ ആ ഉപദേശം കേൾക്കുന്നവൻ നന്നാവില്ല എന്ന് നന്നായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. അച്ഛനിൽ നിന്നും കിട്ടിയത്, അച്ഛൻ്റെ നിന്ന്, അതായത് ഉണ്ണിമാഷിൽ നിന്ന് കിട്ടിയത് ഉപദേശമായിരിക്കാം, ഉപദേശങ്ങൾ തന്നെയാണ്, അതിൽ കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്ക് തോന്നി. പുള്ളി ഒരിക്കലും അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊരു നല്ല ശീലമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അധ്യാപകനായ അച്ഛൻ പറയുന്ന നല്ല സജഷനുകളൊന്നും മകനായ ശ്രീനിവാസൻ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നതെന്നാണ് ധ്യാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ മകനല്ലേ ഞാൻ. സ്വാഭാവികമായിട്ടും ഞാനത് കേൾക്കില്ല എന്ന ബോധ്യം അച്ഛനുണ്ട്. അതായത് എൻ്റെ അച്ഛൻ ഉണ്ണിമാഷ് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞാൽ ധ്യാനും കേൾക്കില്ല എന്ന് തന്നെയാണ് ധ്യാൻ പറയുന്നത്. ഇന്ന് വരെ ഞങ്ങളെ ഇരുത്തി നീ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊന്നും പറയാതെ ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് വിടുകയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. ശ്രീനിവാസൻ്റെ മകൻ വേറെ മതത്തിലുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്.
വേണമെങ്കിൽ ഇത് പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ വാചമടിക്കുന്ന പല വലിയ വമ്പന്മാരും മകൻ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അവിടെ മതം മാറ്റുന്ന നാടാണല്ലോ. അപ്പോൾ ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ എന്ന് പറയുന്ന ഹിന്ദു ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് ധ്യാൻ പറയുന്നത്. വേണമെങ്കിൽ ഇത് പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. അച്ഛനും അമ്മയും ലവ് മാരേജ് ആയതുകൊണ്ടായിരിക്കാം എൻ്റെ പ്രേമത്തെയും പ്രോത്സാഹിപ്പിച്ചു. ആ കുട്ടിയെ അവന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അച്ഛനാണ് ആദ്യം അങ്ങോട്ട് പോയി ഭാര്യയുടെ വീട്ടുകാരോട് സംസാരിച്ചത്. ധ്യാനിനെ പേടിയാണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. കാരണം അവൻ എപ്പോൾ എങ്ങനെ പറയുമെന്ന് വിനീതിനൊരു പേടിയുണ്ട്. വിനീത് അങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന ഒരാളാണല്ലോ, കൗശലക്കാരനാണ്, നല്ല ബുദ്ധിമാനാണ്, ശ്രീനിവാസനേക്കാളും ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് വിനീത് പറയുന്നത് എനിക്ക് ധ്യാനിനെ പേടിയാണ് എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അഭിനയത്തോട് വലിയ പാഷനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അങ്ങ് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. 4 സിനിമകൾ ധ്യാൻ സംവിധാനം ചെയ്തു. അച്ഛൻ സുഖമില്ലാതെ ആശുപത്രി കിടക്കുമ്പോൾ അമ്മ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തു എന്ന് ഈ ധ്യാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ആലോചിച്ച് നോക്കിയേ, അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോൾ എന്താ പറയുക, അമ്മ പൊറോട്ട കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തു എന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. മൈദ കേടാണെന്നും പൊറോട്ട കഴിക്കരുതെന്നും ഉപദേശിച്ചിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ. ധ്യാനിൻ്റെ കമൻറ്റ് എല്ലാ പേരും തമാശയായിട്ട് എടുക്കണമെന്നില്ലല്ലോ എന്നായിരുന്നു വിമല ടീച്ചറുടെ ചിന്ത. തീർച്ചയായിട്ടും പലരും പറയും, എന്നാലും ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ ഈ സ്ത്രീ എന്നാലും പൊറോട്ട വാങ്ങി തിന്നല്ലോ എന്ന് പറയും. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് നനച്ചിരിക്കാതെ ഒരു നടൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം, പട്ടാമ്പിയിലേക്കാണ്. അപ്പോൾ ഒരു ആംബുലൻസ് വരുത്തി അതിൽ ആ നടനെ കിടത്തി. മുമ്പിലൊരു ഇന്നോവ കാറിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടുകാരിയൊക്കെ കയറ്റി. പുറകിലൊരു ബസ്സിൽ ഞാനും ആർ ഗോപിയും ബിപിൻ മോഹൻ എന്ന് പറഞ്ഞ ക്യാമറാമാനും ഒക്കെ ആയിട്ട് കയറി ഞങ്ങൾ തിരുവനന്തപുരം വിട്ടുപോയി. വേറെ ആരും വന്നില്ല. കരുനാഗപ്പള്ളിയിലോ കായംകുളത്തോ ചെന്നപ്പോൾ ആരാമം എന്ന് പറഞ്ഞ് KTDCയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഈ വണ്ടി നിർത്തി. എല്ലാ വണ്ടികളും അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ മണി 8 മണിയാകാൻ പോകുന്നു, നമുക്ക് ആഹാരം കഴിച്ചിട്ട് യാത്ര തുടരാം എന്ന് പറഞ്ഞ് നിർത്തി. അല്ലെങ്കിൽ ആർക്കെങ്കിലും ചായ മതിയെങ്കിൽ ചായ എന്തുവേണോ കഴിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞ് നിർത്തി. എന്നെ കണ്ണു തള്ളിച്ച ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇറങ്ങിയിട്ട് എന്തെന്ന് വെച്ചാൽ എനിക്കെന്തോ ആഹാരം കഴിക്കാൻ തോന്നില്ല. ഞാൻ ഈ മരിച്ച് മൊബൈൽ മോർച്ചറി കിടക്കുന്ന നടനെ കണ്ണാടിയിലൂടെ നോക്കി. അദ്ദേഹം സുഖമായിട്ട് ഒന്നും അറിയാത്തപോലെ ഉറങ്ങിക്കിടക്കും പോലെ കിടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ആരാമത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ഭാര്യയും മകളും ബന്ധുക്കളും പൊറോട്ടയും നാരങ്ങ വെള്ളമൊക്കെ വാങ്ങി വെച്ച് കാര്യമായിട്ട് കഴിക്കുക. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആർ ഗോപിയോടും ബിപിൻ മോഹനോടും ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ കഴിക്കാൻ തോന്നുന്നു? പോയ ആൾ പോയില്ല ദിനേശ്, അവർ കഴിക്കട്ടെ, കാരണം ഇനി വെളുക്കുന്നത് വരെ പട്ടാമ്പി എത്തണ്ടേ, അതുവരെ ഇരിക്കേണ്ടല്ലേ, അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് വിമല ടീച്ചർക്ക് പറ്റിയത് അങ്ങനെയൊന്നുമല്ല. മൈദമാവൊന്നും വീട്ടിൽ കയറ്റാത്ത ആളായതെന്ന് ശ്രീനിവാസൻ ഒരുപാട് സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു ആഹാര കാര്യങ്ങളിൽ. വിഷമടിക്കാത്ത പച്ചക്കറി കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് 1000 രൂപയ്ക്കുള്ള പച്ചക്കറിക്ക് വേണ്ടി 15,000 രൂപ ചിലവാക്കി കൃഷിയൊക്കെ ചെയ്ത് ആ പച്ചക്കറിക്ക് എടുത്താണല്ലോ ശ്രീനിവാസൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈദമാവ് വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് തന്നെ പൊറോട്ട അതിലുണ്ടാക്കുന്ന സലിംകുമാർ പടത്തിൽ പറഞ്ഞല്ലേ, പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയ്ക്കും പൊറോട്ടയ്ക്കും വേണ്ടിയാണല്ലോ ഈ മൈദ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വിനീത് പറയുന്നു, ധ്യാൻ പറയുന്നു, അറിയാതെ ഈ അച്ഛൻ ആശുപത്രി കിടന്നപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ അമ്മ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു. ഈ അഭിമുഖത്തിന് ശേഷം വിമല ടീച്ചർ ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ കാണാറേ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അവ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഒന്നും കാണണ്ട എന്നവർ തീരുമാനം. അവരൊരു പാവ സ്ത്രീയല്ലേ. ശ്രീനിവാസന് രണ്ടാമതും ക്രിട്ടിക്കലായ അസുഖമായി ആശുപത്രിയിലായ സന്ദർഭം. ഷീനി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ പോലും അപ്പോൾ സംശയം ഉണ്ടായിരുന്നു. വളരെ ക്രിട്ടിക്കലായിരുന്നു, എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു. അമ്മയ്ക്ക് കഴിക്കാൻ എന്താ വേണ്ടത് എന്ന് ധ്യാനിൻ്റെ ചോദ്യം. പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓർഡർ കൊടുക്കാൻ അമ്മ പറഞ്ഞു എന്നാണ് ധ്യാൻ പറയുന്നത്. അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ തന്നെ വേണോ അമ്മയ്ക്ക് പൊറോട്ടയും ബീഫും എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴല്ലടാ കഴിക്കാൻ പറ്റൂ എന്ന് അമ്മ പറഞ്ഞതായും ധ്യാൻ പറയുന്നു. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, പൊറോട്ടയും ബീഫ് ഫ്രൈയും പറ എന്നാണ്. അത് ശരി,
അച്ഛൻ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ആണോ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു എന്ന് തന്നെ അഭിമുഖത്തിൽ ധ്യാൻ അടിച്ചു വിട്ടു. വീട്ടിൽ ഞങ്ങൾ പൊറോട്ട കഴിക്കാറില്ല. ഷീനിയേട്ടന് മൈദയും പൊറോട്ടയും ഇഷ്ടമല്ല. മക്കളെ കഴിക്കാൻ അനുവദിക്കാറില്ല. അത് സത്യമാണ്, പല വീടുകളിലും അങ്ങനെയാണ്. ഞാൻ പറയാം, ഇപ്പോൾ ഈ സ്പ്രൈറ്റ്, കൊക്കോകോള പോലുള്ള കുറേ ഈ കലക്കിക്കൊണ്ടിരുന്ന വിദേശ കുത്തക കമ്പനികൾ കൊണ്ടിരുന്ന കുറേ ഡ്രിങ്ക്സുകളുണ്ടല്ലോ, ഇതൊരെണ്ണം ഞാൻ കഴിക്കില്ല. എൻ്റെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുകയില്ല. എൻ്റെ വീട്ടിൽ വാങ്ങിക്കാൻ സമ്മതിക്കില്ല ഇതൊന്നും. അതിലെന്തോ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ളൊരു സാധനമുണ്ട്, അതൊക്കെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബോട്ടിലുള്ള ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വാശി പിടിക്കും. അതുപോലെ തന്നെ പൊറോട്ട എൻ്റെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. ഞാൻ പൊറോട്ട കഴിക്കുകയില്ല. ഒരാഴ്ച പട്ടിണി കിടക്കേണ്ടി വന്നാലും ഞാൻ കഴിക്കില്ല. അപ്പോൾ എൻ്റെ വീട്ടിലും പൊറോട്ട കയറ്റില്ല. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് കോടതി കേസിനോ അല്ലെങ്കിൽ ഫാക്ടറിയുടെ FFKയുടെ യോഗത്തിനോ എല്ലാം എറണാകുളത്തേക്ക് പോയാൽ ഞാൻ തിരിച്ചു വരുന്നവരെ എൻ്റെ ഭാര്യയും മോനും കഴിക്കുന്നത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഈ പറയുന്ന സ്പ്രൈറ്റും ഒക്കെ ആയിരിക്കും. അത് പിന്നെ ഞാൻ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കണേ. പിന്നെ ഞാൻ വഴക്ക് പറയാറില്ല, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. എന്നാലും ഞാനുള്ളപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊടുക്കാറേ ഇല്ല. അതുപോലെയാണ് ഷീനിച്ചേട്ടനും. വീട്ടിൽ പൊറോട്ട കയറ്റാറില്ല, മൈദാമാവ് കയറ്റാറില്ല. മക്കളെ കഴിക്കാൻ അനുവദിക്കുകയുമില്ലായിരുന്നു. പുറത്തു പോകുമ്പോഴാണ് ഒരു പൊറോട്ട തിന്നുന്നത് എന്നാണ് ആ വിവാദമായ ധ്യാൻ്റെ അഭിമുഖത്തിന് മറുപടിയായി വിമല ടീച്ചർ പറഞ്ഞത്. അങ്ങനെ എപ്പോഴോ എവിടെയോ പോകുമ്പോൾ പറഞ്ഞതിനെയാണ് അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ ബീഫ് ഫ്രൈയും പൊറോട്ടയും വാങ്ങിക്കടാ, ഓർഡർ കൊടുക്കടാ എന്ന് ഞാൻ പറഞ്ഞതെന്ന് ധ്യാൻ പറഞ്ഞുവെന്ന് ടീച്ചർ പറയുന്നു. എന്തായാലും ടീച്ചർ പറയാതെ ധ്യാൻ പറയാൻ വഴിയില്ല. പക്ഷേ മകൻ ഇങ്ങനെ പരസ്യപ്പെടുത്തുമെന്ന് അവർ വിചാരിച്ചു കാണില്ല. എന്തായാലും മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പുതിയ തരംഗത്തിലെ പിള്ളേരിൽ തീർച്ചയായിട്ടും നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചുരുക്കം പേരിലൊരാളാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ മാതൃഭൂമിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തും അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറയുന്ന കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല സെൻസുള്ളൊരു ചെറുപ്പക്കാരനാണ്. സത്യസന്ധമായി സംസാരിക്കണം. അല്ലെങ്കിൽ ഞാൻ കേൾക്കട്ടെ, ഒരു കല്യാണം കഴിച്ച് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒരു കുട്ടിയും ആയ ശേഷം അയാൾ തുറന്നു പറയുന്നു, ഞാൻ എല്ലാ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഖരം, ദ്രാവകം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്ന, എവിടെ വെച്ചാണോ ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയപ്പോൾ ഞാനത് നിർത്തി. പക്ഷേ നിർത്തിയെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവസാനിപ്പിച്ചു എന്നല്ല. ചിലപ്പോൾ ഞാൻ സിനിമയെല്ലാം അവസാനിപ്പിച്ച ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരു വൃത്തിയുള്ളൊരു കഥ വന്ന ഒരാൾ പറഞ്ഞാൽ, ചേട്ടാ എൻ്റെ റേറ്റ് ഇത്രയാണ്, ഞാൻ ഇത്ര പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ 30ാമത്തെ പടം കഴിഞ്ഞ് 31ാമത്തെ പടമായിട്ട് മതിയെങ്കിൽ ഞാൻ അഡ്വാൻസ് വാങ്ങിക്കാം. അഡ്വാൻസ് തന്നാൽ ഞാൻ മാറ്റില്ല നിങ്ങളെ. പക്ഷേ അഡ്വാൻസ് എന്നില്ലെങ്കിൽ ഞാൻ ആ ഡേറ്റ് വേറൊരാളിന് കൊടുക്കും. അടുത്ത ആൾ കഥ പറയാൻ വരുമ്പോൾ കൊടുക്കുമെന്ന് സത്യസന്ധമായി പറയുകയും അതിന് 5 ലക്ഷമോ 10 ലക്ഷമോ അഡ്വാൻസ് വാങ്ങി 10-30 പടങ്ങൾ കയ്യിൽ വയ്ക്കുകയും അടുത്ത 4 വർഷം സിനിമ ചെയ്യാനായിട്ടുള്ള കഥ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അഭിനയത്തിൽ നിന്ന് പാളിപ്പോയി പുറത്തായാലും ഞാൻ സംവിധായകനായി ചെയ്യാനുള്ള 4 വർഷത്തേക്കുള്ള കഥ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ. എന്നെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു 2.5 കോടിക്കോ 3 കോടിക്കോ ഉള്ളിൽ തീർക്കണം, അതിൽ കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരിക്ക് പറ്റാമെന്ന് തുറന്നു പറയുന്ന വിനീത് ശ്രീനിവാസൻ പോലും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിനീതിൻ്റെയൊക്കെ പടം ഒരുപാട് കോടികൾ ചിലവിട്ടെടുക്കുന്ന സിനിമയല്ലേ. പക്ഷേ ഇയാൾ പറയുന്നത് 3 കോടിക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സിനിമ വിറ്റെടുക്കാം, നിങ്ങൾക്കൊരു 10-50 ലക്ഷം രൂപ ലാഭം കിട്ടാം. അതിന് മുകളിൽ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, അതിൻ്റെ നഷ്ടം നിങ്ങൾക്കാണ് എന്ന് തുറന്നു പറയുന്ന യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുന്ന വിനീത് ശ്രീനിവാസന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഇതുപോലെ മുഖം നോക്കാതെ അച്ഛൻ ശരി ചെയ്താലും അച്ഛൻ തെറ്റ് ചെയ്താലും, അമ്മ ശരി ചെയ്താലും അമ്മ തെറ്റ് ചെയ്താലും, ചേട്ടൻ ചെയ്താലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തുറന്നു പറയാനുള്ള ആർജവം ധ്യാൻ ശ്രീനിവാസന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി വിമല ടീച്ചറോട് ഞാൻ പറയുന്നു, ശ്രീനിവാസൻ്റെ സ്വന്തം ആൾക്കാരായി നവമാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പത്രക്കാരെന്ന് പറഞ്ഞാൽ കുറേ കൂതറകൾ നിങ്ങളെ കാണാൻ വരും. ഷീനിച്ചേട്ടൻ അനാരോഗ്യവാനാണ്, അഭിമുഖം എടുക്കാൻ പറ്റില്ല എന്ന് കർക്കശമായി പറഞ്ഞ് ആ വലിയ ഗേറ്റ് തുറക്കരുത് എന്ന് വിമല ടീച്ചറോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാരണം നിങ്ങളുടെ 2 മക്കളും സജീവമായി സിനിമയിൽ നിൽക്കുന്നവരാണ്, അവരുടെ വളർച്ചയുടെ നാം പൊടിക്കരുത്, അതിനുള്ള ഒരു കെണിയായി ശ്രീനിവാസൻ്റെ നാക്കിന് ഉപയോഗിക്കാൻ അവസരം കൊടുക്കരുത്. കാരണം ഈ വരുന്ന സ്നേഹത്തോടെ ചേട്ടാ ഷീനി സാറേ തേങ്ങ മാങ്ങാന്നൊക്കെ വിളിച്ചു വരുന്ന ഒരുത്തനും ആത്മാർത്ഥയോടെ അല്ല. രോഗശൈലിയിൽ കിടക്കുന്ന ശ്രീനിവാസൻ കഴിക്കുന്ന മരുന്നുകളുടെ
എന്താ പറയുക ഏറ്റക്കുറച്ചിലുകളുമുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും അതിനെല്ലാം ഉത്തരങ്ങൾ പറയും, അത് വച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്ന ഒരുത്തനെയും ആ ഗേറ്റിലേക്ക് കയറ്റരുത്. വിനീതും ധ്യാനും അമ്മയോട് കർക്കശമായി പറയണം, അതുപോലെ അച്ഛനോടും കർക്കശമായി പറയണം. നിങ്ങളുടെ ഈ അഭിമുഖം കൊടുക്കൽ നിർത്തണം, കാരണം നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങളുടെ വളർച്ചയാണ് ബാധിക്കുന്നത് എന്ന് ധ്യാനും പറയണം, വിനീതും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യൻ അന്തിക്കാടിനെ പോലുള്ള കലർപ്പില്ലാത്ത സ്നേഹം നൽകുന്ന, ശ്രീനിവാസന് കലർപ്പില്ലാത്ത സ്നേഹം നൽകുന്ന സത്യൻ അന്തിക്കാടിനെ പോലുള്ളവർ ഒരു ജാഗ്രത പാലിക്കണം ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സത്യേട്ടൻ ചെയ്ത ആ വലിയ എന്താ പറയുക ചെയ്ത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വലിയ കോളിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു അഭിമുഖം കൊടുക്കാതിരിക്കാൻ സത്യേട്ടൻ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അത് കൊടുക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും സത്യേട്ടനും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.